സാർ നമസ്കാരം. നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ചലച്ചിത്ര നടൻ മോഹൻലാൽ വീണ്ടും വിവാദത്തിൽ നിറയുന്നു. ശബരിമല കുറേ കാലങ്ങളായി വിവാദങ്ങളുടെ പർദീസ തന്നെയായിരുന്നു, അല്ലെങ്കിൽ വിവാദങ്ങളുടെ പെരുമലയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. തിരുവാഭരണം മോഷ്ടിച്ചതുൾപ്പെടെ, ശബരിമല ശാസ്താവിൻ്റെ ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിച്ചതുൾപ്പെടെ, ഇപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന മിൽമ നെയ് ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ അതിമനോഹരം എന്ന് പറഞ്ഞ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനായി ശബരിമല സന്നിധാനം അനുവദിച്ചിരുന്നത്. നാളെ അവിടെ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായ സമയത്താണ് ഒരു വർഷം മുൻപ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഈ ടൈഗർ റിസോഴ്സ് വനവിഭാഗത്തിൽ ഒരു കാരണവശാലും അവിടെ യാതൊരു തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അനധികൃതമായ സഞ്ചാരമോ അനുവദിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് നിരോധിച്ചിരിക്കുന്നത്. പകരം പമ്പ വരെയുള്ള ളാഹ, കോന്നി മുതലായ വനപ്രദേശങ്ങൾ ഷൂട്ടിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ തന്നെ വളരെ വിശദമായൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു ഹെലികോപ്റ്റർ ശബരിമല സന്നിധാനത്തിന് കൊടിമരത്തിന് മുകളിൽ വന്ന് താഴ്ന്നു പറക്കുകയും പിന്നീട് അത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. സുരക്ഷാ വിഭാഗങ്ങൾക്കല്ലാതെ ഒരു കാരണവശാലും അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അങ്ങനെ താഴ്ന്നു പറക്കാൻ പോലും സൗകര്യമില്ലാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ അതിമനോഹരം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് അവിടെ ഷൂട്ടിംഗ് ആദ്യം അനുമതി കൊടുക്കുകയും പിന്നീട് അനുമതി നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നത്. നിരന്തരം ശബരിമല ഇങ്ങനെ വിവാദങ്ങൾക്ക് വിഷയീകരിക്കുമ്പോൾ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? വിവരക്കേട് എന്നല്ലാതെ എന്താണ് ഇതിനെ പറയേണ്ടത്? മോഹൻലാലിനെ പോലെ അനുഗ്രഹീതനായ നടൻ അഭിനയിക്കുന്ന ഒരു അതിമനോഹരമായ ചിത്രം, അതിൻ്റെ പേരും അതിമനോഹരം എന്നാണ്. അങ്ങനെയുള്ളൊരു സിനിമ ചിത്രീകരിച്ചതുകൊണ്ട് ശബരിമലയ്ക്ക് അതിൻ്റെ പവിത്രത കൂടുകയുള്ളൂ. എന്നാൽ മോഹൻലാലിനെ പോലും പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന്. അത് ഏത് നിയമപ്രകാരമായാലും അല്ലെങ്കിൽ എന്ത് നിബന്ധന പ്രകാരമായിട്ടാണെങ്കിലും അത് ദോഷമേ ചെയ്യുള്ളൂ. കാരണം ഒരു സിനിമ ഷൂട്ടിംഗ് നടത്തിയത് കൊണ്ട് യാതൊരു ദോഷവും ശബരിമലയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ശബരിമല സ്ഥിതി ചെയ്യുന്ന ശാസ്താവ് അമ്പലമടക്കമുള്ള അവ കേന്ദ്രീകരിച്ചുള്ള ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന സിനിമയുടെ ഇതിവൃത്തം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ശബരിമല കൃത്യമായി ആ അമ്പലം എല്ലാം കാണിച്ചുകൊണ്ടുള്ള ചിത്രീകരിക്കുന്നത് എന്താണ് തെറ്റ്? മുമ്പ് ഇതേപോലെ സിനിമകൾ വന്നിട്ടില്ലേ? ശബരിമല അയ്യപ്പനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സിനിമകൾ വന്നപ്പോൾ സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ശബരിമല പൂർണ്ണമായി കാണിച്ചിട്ടില്ലേ? അപ്പോൾ ഒരു കാലത്ത് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ കാണിക്കുന്നതിനകത്ത് തടസ്സം. എന്തായാലും മോഹൻലാലിനെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയതിൽ ഒരിക്കലും ശരിയല്ല. മോഹൻലാലിനെ എന്തിന് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഗതികേടിലേക്ക് ശബരിമല വരും. ഇപ്പോഴും പിണറായി വിജയൻ്റെ കീഴിലുള്ള ആളുകളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. പുതിയ ഭരണസമിതി വി ഡി സതീശൻ വന്നിട്ടില്ല. അതിൻ്റെ ഒരു കാലാവധി ഉണ്ട്. മറ്റുള്ള വകുപ്പുകളെ മാതിരിയല്ല ദേവസ്വം ബോർഡിൻ്റെ. അവരുടെ കാലാവധി കഴിഞ്ഞിട്ടേ പിടിച്ച് പുറത്താക്കാൻ പറ്റുള്ളൂ. കട്ടുമൊടിച്ച് കഴിഞ്ഞുകൂടുകയാണ് പ്രശാന്തും അതുപോലുള്ള ആളുകളെല്ലാം തന്നെ. പ്രശാന്ത് അകത്തായല്ലോ സാറേ. അല്ല, പ്രശാന്ത് അകത്തായി. അദ്ദേഹമാണല്ലോ പ്രസിഡന്റ്. ചുറ്റിപ്പറ്റിയ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അല്ല, അദ്ദേഹം തന്നെയാണല്ലോ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും ഒഴിവാക്കിയില്ലല്ലോ. അല്ല, ജയിലിലാണെങ്കിൽ പ്രസിഡന്റ് തന്നെയല്ലേ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള കമ്മിറ്റിയല്ലേ ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പൊ ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഈ സംഭവത്തിൽ തീർച്ചയായും ഇത് ഒരു വൈകൃതമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ശബരിമല അയ്യപ്പന് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. മുമ്പ് കോടതി ഉത്തരവുണ്ടായിരിക്കാം. ആ കോടതി ഉത്തരവ് ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല ഉണ്ടായിട്ടുള്ളതെന്ന് ഓർക്കണം. അതീവ സുരക്ഷാ മേഖലയായ ഒരു സ്ഥലം പിന്നീട് ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് ഒരു വർഷം മുമ്പുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കണം. ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത വളരെ പോപ്പുലറായ മാളികപ്പുറം എന്ന ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബരിമലയുടെ വിവിധ പ്രദേശങ്ങളിൽ ആ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. അല്ല, നമ്മൾ ആ ചിത്രത്തെ എല്ലാവരും കണ്ടിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുള്ള മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ എത്ര മനോഹരമായിരുന്നു. ശബരിമല കേന്ദ്രീകരിച്ചത് എല്ലാവർക്കും ഭക്തി കൂടുതലാതെ അതിനോട് എന്താ അനാദരവ് വന്നതായിട്ട് യാതൊരു ഇതുമില്ല. ഇവിടെ ശബരിമലയെ മോശപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, അനുഗ്രഹീതനായ നടൻ മോഹൻലാൽ അഭിനയിക്കുമ്പോൾ തീർച്ചയായും അതിന് മാറ്റുകൂട്ടുകയേ ഉള്ളൂ. അത് ശബരിമലയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കെ എന്തിനാണ് ഇത്രയധികം ഇങ്ങനെ ഒരു
തലതിരിഞ്ഞ നടപടിയിലേക്ക് പോകുന്നത്? എന്താ ഹൈക്കോടതി എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിനെതിരെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിനിമയെ സംബന്ധിച്ചുള്ള കാര്യമല്ല ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ വിവാദമുണ്ടായിട്ടുള്ള 2 സ്ഥലങ്ങളാണ് അയോധ്യയും അതേപോലെ ശബരിമലയും. ലോകം മുഴുവൻ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമല കേരളത്തിൻ്റെ അഭിമാനമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നു, ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ വരുമാനമായി ഒഴുകുന്നു. ആ സ്ഥലത്ത് കൈയിട്ട് വാരി കഴിഞ്ഞ 10 വർഷം കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ പിണറായി വിജയൻ്റെ സർക്കാരുമാണ് ഈ ഇത്രയധികം ശബരിമലയെ നശിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ അവസാനം നെയ്യ് വാങ്ങിയതിൽ പോലും, നെയ്യ് കിട്ടിയതിൽ പോലും, അതിൻ്റെ കച്ചവടത്തിൽ പോലും കോടികളുടെ തട്ടിപ്പുണ്ടായി എന്നുള്ളതാണ്. ഭണ്ഡാരത്തിലായാലും ശരി, സ്ഥലം വാങ്ങുന്നതിലും ശരി, അല്ലാതെ എല്ലാ കാര്യങ്ങളിലും എന്തിന് ശബരിമലയുടെ മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളടക്കം മോഷ്ടിച്ച് കൊണ്ടുപോയ ഗവൺമെൻറ്റാണ് കഴിഞ്ഞ ഗവൺമെൻറ്. അതിൽ 2 മന്ത്രിമാരുണ്ട്, അവരെ തൊട്ടിട്ടുള്ള ഇവരേറ്റും. അതേപോലെ വകുപ്പ് പ്രസിഡന്റുമാരെ മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഈ പിണറായി വിജയൻ അറിയാതെ അവിടുന്ന് ഒരു തരി സ്വർണം തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ഈ ശബരിമലയെ മൊത്തത്തിൽ കച്ചവടമാക്കി മാറ്റി അവിടുത്തെ എല്ലാം തട്ടിയെടുത്ത് ഇന്ത്യ മുഴുവൻ ശബരിമലയുടെ ചീത്തപ്പേരുണ്ടാക്കിയ പിണറായി വിജയൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രത്യാഘാതം ഏൽക്കുന്നത് ആർക്കാണ്? മോഹൻലാലിനെ പോലുള്ള നടന്മാർക്ക് കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവരുടെ സിനിമയ്ക്ക് പോലും ആണ് ഇത്തരം കാര്യങ്ങൾ നടത്താതെ വരുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. സാർ, ഈ സന്നിധാനത്തിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ടൈഗർ റിസർവ് ഫോറസ്റ്റ്, മറ്റൊന്ന് പറയുന്നത് ഇപ്പോൾ ശബരിമലയിലെ പ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ വലിയ വിവാദം തന്നെയാണ്. അവിടെ ഒരു കാരണവശാലും 9 വയസ്സിന് മുകളിലും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല. മാത്രമല്ല 41 ദിവസത്തെ കഠിന വ്രതത്തോടു കൂടി, ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി വേണം ശബരിമല യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിൽ എത്താൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളൊക്കെ ഇത്രത്തോളം വ്രതനിഷ്ഠ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രായപരിധിയിൽ വരുന്ന സ്ത്രീകളുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തേണ്ടതും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ടൈഗർ റിസർവ് ഫോറസ്റ്റ് അതീവ സുരക്ഷാ മേഖല, ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് 1 വർഷം മുമ്പുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വനം വകുപ്പ് ഇതിൻ്റെ ഷൂട്ടിംഗ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അനുമതി വേണം എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ പെർമിഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും എന്താണ് ഇതിൻ്റെ പുറകിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അല്ല, ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന അവർക്ക് അതോറിറ്റിക്ക് അറിയാലോ, അതായത് സിനിമ എടുക്കുന്നവർക്ക് അറിയാലോ ശബരിമലയിൽ ഇവരെ പെർമിഷൻ വേണം എന്നുള്ളത്. അവർ അപ്ലൈ ചെയ്താൽ കിട്ടല്ലോ. പക്ഷേ അത് ഇവർ അപേക്ഷ കൊടുക്കേണ്ടത് എവിടെയാണ്? ദേവസ്വം ബോർഡിലാണ്. ദേവസ്വം ബോർഡിൽ അപേക്ഷ കൊടുത്താൽ അവരെന്ത് ചെയ്യണം? ഹൈക്കോടതിൻ്റെ പെർമിഷൻ വാങ്ങണം. അതിൽ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കഥ ശബരിമലയ്ക്കെതിരാണോ അല്ലെന്ന് മാത്രമാണ് അവർ പരിശോധിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് അഭിനയിക്കുന്നവർക്ക് ആവശ്യമില്ലായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് അഭിനയിക്കുന്ന ആൾക്കാർ അവിടെ പോയി തൊഴണം, മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക പരിഗണന കൊടുക്കാൻ പറ്റും. കാരണം ഒരു അഭിനയവുമായി ബന്ധപ്പെട്ട സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ടല്ലേ. ശബരിമല അയ്യപ്പൻ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എതിരല്ല എന്നുള്ളതാണ് സത്യം. മുമ്പ് അതേപോലെ സിനിമ എടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയല്ലേ ശബരിമല ഇത്രയും പേരും പ്രശസ്തിയും ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള പാട്ടുകൾ, യേശുദാസിൻ്റെയും ചിത്രേൻ്റെയൊക്കെ പാട്ടുകൾ ലോകപ്രശസ്തമല്ലേ. അതിലൂടെ എത്രമാത്രം പ്രശസ്തി ശബരിമലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തമിഴ് മറ്റു ഭാഷകളിൽ റീമേക്ക് വന്നില്ലേ, അവിടെയൊക്കെ തന്നെ വൻ ഹിറ്റായ സിനിമകളായിരുന്നില്ലേ. മാളികപ്പുറവും അതേപോലെ തന്നെയല്ലേ വൻ ഹിറ്റായിട്ടുള്ളത്. അതിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമലയ്ക്ക് എന്ത് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്? നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ ശബരിമല അയ്യപ്പനുമായിട്ട് വല്ലാത്ത താതാത്മ്യം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ശബരിമലയെ കേന്ദ്രീകരിച്ച് ആ ഒരു കഥയുണ്ടെങ്കിൽ അത് ശബരിമലയ്ക്ക് എതിരാണെങ്കിലും അതിൻ്റെ വിശ്വാസത്തിനെതിരാണെങ്കിൽ അവിടെ മാറ്റാം. അല്ലാത്തടത്തോളം കാലം എന്തിനാണ് ഇത്ര പ്രശ്നം? പിന്നെ വിവാദം എന്ന് പറയുന്നത് മോഹൻലാലിന് എപ്പോഴും വിവാദമാണ്. ഇപ്പോൾ 5 സെറ്റ് ആനക്കൊമ്പ് കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് വലിയ പ്രചരണമുണ്ടായ മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ക്രൈം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എയ്ഡ്സ് ഉണ്ടോന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു ഉണ്ടാവാം, ഇനി ഞാൻ ധാരാളം സ്ത്രീകളുമായി ബന്ധമുള്ളതാണ്, ചിലപ്പോൾ എയ്ഡ്സ് ഒക്കെ ഉണ്ടാവാമെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള മോഹൻലാലിന് വീണ്ടും വിവാദത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മോഹൻലാലിനെ പോലെ ഒരാൾ അഭിനയിക്കുമ്പോൾ ദേവസ്വം ബോർഡ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം കൈകാര്യം ചെയ്യേണ്ടത്. ദേശീയ അവാർഡ് എത്രയോ തവണ കിട്ടിയിട്ടുള്ള, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള അനുഗ്രഹീതനായ നടൻ വന്ന് അഭിനയിച്ച് ആ ശബരിമലയിൽ വരുന്നു, അഭിനയിക്കുന്നു പറയുന്നത് തന്നെ വലിയൊരു നേട്ടമായിട്ടാണ് കരുതേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം.